ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് രുചി എക്സ്പ്രസ്സിലൂടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കിയാലോ. ഞാനിവിടെ 3 ബ്രെഡ് സ്ലൈഡ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ പാലിലാണ് കുതിർത്ത് വെക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നൊരു 4-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇവിടെ ചിക്കൻ ബർഗറാണെന്ന് പറഞ്ഞല്ലോ. ബീഫാണെങ്കിൽ നമുക്ക് ബീഫ് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാനൊരു 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇനി ചിക്കനിലോട്ട് മസാല തേച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്കൊരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നേരെ നമുക്ക് കട്ട് ചെയ്തിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് കോഴിമുട്ടയുടെ മസാലയുടെ അളവ് മാറ്റം വരുത്താൻ മറക്കരുത് കേട്ടോ. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നന്നായിട്ടത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്. പിന്നെ നമുക്ക് വേണ്ടത് മാഗി ക്യൂബാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പീസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ടേബിൾ സ്പൂണ് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് സോയാ സോസ്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ മിക്സ് കിട്ടും. ഇനി നന്നായിട്ട് ഈ ചിക്കനിലോട്ട് തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മാഗി ക്യൂബിൽ അതുപോലെ തന്നെ സോയാ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ബോൾസാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ബോൾസാക്കി മാറ്റാം. അപ്പോൾ കട്ട്ലേറ്റിനേക്കാളും വലിയ ബോൾസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതുപോലെ വലിയൊരു ബോളാക്കി മാറ്റിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് എല്ലാ സൈഡിലും ഒന്ന് ലെവലാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ രുചി എക്സ്പ്രസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സിലോട്ട് കടക്കാം. ഇനി നമുക്കൊരു എഗ്ഗ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരിട്ടിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് നമ്മുടെ കയ്യിൽ ജസ്റ്റ് എഗ്ഗ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് നമ്മുടെ പാറ്റീസിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മൾ നേരിട്ടിട്ട് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബ്രെഡ് ക്രംസ് ആദ്യം റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇനി ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് 2 സൈഡ് ഇതുപോലെ മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. അത് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊക്കെ ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മയോണൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പത്തെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ
ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ലെറ്റ്യൂസും കൂടെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഓനിയൻ പൗഡർ അതുപോലെ തന്നെ ഗാർലിക് പൗഡറും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബണ്ണൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് കിട്ടിയിട്ടുള്ള ബർഗർ ബണ്ണ് കുറച്ച് സോഫ്റ്റ് കുറവായിട്ട് പോലെ എനിക്ക് തോന്നി. എങ്കിലും നമുക്ക് ബർഗർ ബണ്ണാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണല്ലോ വെച്ചിട്ടാണ് അതന്നെ യൂസ് ചെയ്തത്. നമുക്ക് സാധാരണ ബണ്ണ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ സോസ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ലെറ്റ്യൂസ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു ടൊമാറ്റോ വെക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു ഒനിയൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് ചിക്കൻ്റെ പാറ്റീസ് വെക്കുന്നത്. അതും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ചീസാണ് വെക്കുന്നത്. അപ്പോൾ ചീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഹെവിയാണ്. എന്നാലും നമ്മൾ എപ്പോഴൊന്നും ബർഗറൊന്നും കഴിക്കാറില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ആവാമല്ലോ അല്ലേ. എന്നിട്ട് നമുക്ക് ഇതേ മുകളിലത്തെ ബണ്ണിലും കൂടെ സോസ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്